കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ 2025-30 വർഷത്തെ പുതുതായി തിരഞ്ഞെടുത്ത ഭാരവാഹികൾ അമ്പലത്തറ റൈഫിൾ ക്ലബ്ബിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് സ്ഥാനമേറ്റു. അനുമോദന ചടങ്ങും നടത്തി. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ 2025-30 വർഷത്തെ പുതിയതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾ അമ്പലത്തറ റൈഫിൾ ക്ലബ്ബിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് സ്ഥാനമേറ്റു. പ്രസിഡന്റായി അന്തർദേശീയ പഞ്ചഗുസ്തി പവർ ലിഫ്റ്റിംഗ് താരം MV പ്രതീഷ്, ജനറൽ സെക്രട്ടറിയായി M അച്യുതൻ മാസ്റ്റർ, ട്രഷററായി K വിജയകൃഷ്ണൻ മാസ്റ്ററും സീനിയർ വൈസ് പ്രസിഡന്റായി ഡോക്ടർ MK രാജശേഖരനും ചുമതലയേറ്റു. അതേസമയം ഈ വർഷത്തെ ഒരു ബാച്ച്, ആ ഒരു ബാച്ചിന് ഉണ്ടായിരിക്കുന്ന ഒരു എനർജി ജയിക്കണം, നമ്മൾക്ക് ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. കുറേ വർഷങ്ങളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. റൗണ്ട് കളിച്ച് കയറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. റൗണ്ടിൽ കളിച്ചിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്തു എല്ലാ പിന്നെ ഓരോ മാച്ചിലും. പിന്നെ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാച്ച് കിട്ടിയത് തന്നെ ടീം സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ മംഗോളിയായിട്ട് ആദ്യം മാച്ച് കിട്ടി. അത് അത്ര ബുദ്ധിമുട്ടുള്ള മാച്ച് ആയിരുന്നില്ല. അതുകൊണ്ട് ആ കളിയിൽ എല്ലാ കുട്ടികൾക്കും കളിക്കാൻ പറ്റി, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടി. പിന്നെ നെക്സ്റ്റ് മാച്ച് അതിനനുസരിച്ച് ലാസ്റ്റ് മാച്ച് നമുക്ക് നല്ല പ്രിപ്പയർ ചെയ്തിട്ട്, ടഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട്, മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും കുട്ടികളും അതുപോലെ എല്ലാ സ്റ്റാഫും, ഓൾ സ്റ്റാഫും പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ, സപ്പോർട്ടിങ് എല്ലാവരും നല്ല രീതിയിലായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അച്ചീവ് ചെയ്യാൻ പറ്റി വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. 8 വൈസ് പ്രസിഡന്റുമാരും 6 ജോയിന്റ് സെക്രട്ടറിമാരും 9 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ 27 അംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത്. 25 കായിക സംഘടനയെ പ്രതിനിധീകരിച്ചുള്ളവരാണിവർ. ചടങ്ങിൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരിശീലക PV പ്രിയ, അന്താരാഷ്ട്ര ഫുട്ബോൾ താരം മാളവിക എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.